ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് റൈസും ചിക്കനും വെച്ചാലോ. അപ്പോൾ ഞങ്ങളിതേ കടലൊക്കെ പോയി നേരെ പോയി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ റൈസിനുള്ളതാണ് കേട്ടോ. ക്യാബേജും ക്യാബേജ് അല്ല, ക്യാരറ്റും ബീൻസും ആണേ. അത് രണ്ടും കൂടെ ഞാൻ ആകെ 1/4 കിലോ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഉപ്പും കൂടി ഇട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് വയ്ക്കുവാണ്. അതിന് നമ്മൾ ഈ കലത്തിൽ വെള്ളമൊക്കെ വെച്ച് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച ബീൻസും ക്യാരറ്റും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് അതിന് ആ കൂടെ തന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഈ ഐറ്റംസും കൂടെ ആ വെള്ളത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമുക്ക് കിടക്കാം. ചട്ടിയൊക്കെ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഞാൻ അതിലേക്ക് ഇട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇത് ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയേ. എന്നിട്ട് ഞാൻ അരിയിട്ട് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു, അതിനകത്തോട്ട് അരി ഇട്ടു. ആ കൂടത്തിൽ തന്നെ നമുക്കിതിന് ആവശ്യമുള്ള റൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തേക്കണം. അത് പിന്നെ വേകാനായിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്ക് വേറെ മറ്റേ ക്യാപ്സിക്കം ഒക്കെ ഇടുന്നവരുണ്ട് കേട്ടോ. പൈനാപ്പിളൊക്കെ നമ്മൾ കണ്ടിച്ചൊക്കെ ഇടും, പക്ഷേ ഞാനിതൊന്നും ഇടുന്നില്ല. തൽക്കാലം പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് കേട്ടോ. റൈസും ചിക്കനും. അപ്പം ഞങ്ങളുടെ ചിക്കൻ ഏകദേശം ഒരു പരിവായിട്ടുണ്ട്. അത് ഞാൻ കോരി. എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ ഒരു 4 വലിയ സബോള, ഒരു തക്കാളി, ഒരു ഉണ്ട വെളുത്തുള്ളി, അത്രയും തന്നെ ഇഞ്ചി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റായിട്ടാണ് ചേർത്തിരിക്കുന്നത്. അതും കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴരാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ വെന്ത് ഒരുപാട് വേകണ്ട, കുറച്ചൊരു വേവ് നിർത്തി വേണം ആകാൻ. കാരണം ദം ചെയ്യുമ്പോൾ ബാക്കി അത് സെറ്റായിക്കോളും. അത് ഞാൻ കോരി മാറ്റി വെച്ചും നമ്മുടെ കപ്പലണ്ടിയും മുന്തിരിങ്ങയും കൂടെ ആ കൂടത്തിൽ വറുത്തെടുക്കുവാണേ. ഇപ്പുറത്ത് തന്നെ നമ്മുടെ സബോള വഴറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ ആ സബോള പെട്ടെന്നൊന്ന് വഴരാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ സബോളയ്ക്കകത്ത് വേറെ മസാല ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെ സബോള ഇട്ടത് കാരണമാണ് കേട്ടോ ഈ ഒരു കളറിലിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് പൊടിയൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയുമാണ് നമുക്ക് ഈ ചിക്കന് വേണ്ട മസാലക്കൂട്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ആ പൊടിയൊക്കെ നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണേ. എങ്കിലേ നമ്മുടെ ചിക്കൻ നല്ല ബ്രൗൺ കളറിലായിട്ട് ഇരിക്കത്തുള്ളൂ. നന്നായി ആ പൊടിയൊക്കെ മൂപ്പിച്ച് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് എണ്ണയിലിട്ട് നല്ല സൂപ്പറായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റി കുറേ സമയം അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കരുത്, എണ്ണയിൽ തന്നെ കിടത്ത് നമ്മൾ വഴറ്റിയെടുക്കണം. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കണ്ടോ ഈ ഒരു കളറാവും, നല്ല മെറൂൺ കളറാവും. അത് മെറൂൺ കളറായതിന് ശേഷം നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ ആ ചിക്കനും കൂടെ ചേർത്ത് ആ ഗ്രേവിയിലിട്ട് നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണേ. ആ ചിക്കനും കൂടെ ഒക്കെ എന്നിട്ട് കുറച്ച് ഈ ചിക്കനിലെല്ലാം നന്നായിട്ട് പിടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം. കാരണം അത് ഒരു ഗ്രേവി ആയിട്ട് വരാനായിട്ട്. ഇതിപ്പോൾ കണ്ടില്ലേ ഡ്രൈ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതൊരു ഗ്രേവി ആകാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചിക്കനിലും സൈഡിൽ നിന്നും എല്ലാം ഇരിക്കുന്ന മസാല എല്ലാം കൂടെ ആയിട്ട് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഗരം മസാല പൊടിച്ചതും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് വയ്ക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ഓൾറെഡി തിളച്ച് കഴിയുമ്പോൾ ചിക്കന് കുറച്ച് വെള്ളം കൂച്ച് ആയിക്കോളും. അതുകൊണ്ട് ഇത്രയും വെള്ളം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒരുപാട് ചാറ് പോലെയാണ്, നമുക്കൊരു ഗ്രേവി തിക്നെസ് ആയിട്ട് ഗ്രേവി ആയിട്ട് മതി. പിന്നെ ഞാൻ അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കുവാണേ. ഞാൻ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മൂട്ടി പിടിക്കരുത്. അതിന് മുമ്പ് നമ്മൾ നോക്കി വീണ്ടും ഇളക്കിയെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ റൈസിനകത്ത് ഇടാനായിട്ടുള്ള സവോള ഞാൻ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് വഴറ്റിയല്ല എടുക്കേണ്ടത്, ഒന്ന് ഫ്രൈ ആക്കിക്കണം എടുക്കാനായിട്ട്. അപ്പോൾ ഒരു വലിയ സവോള ഞാൻ അതിനെടുത്തിരിക്കുന്നത്. അത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ചിക്കൻ കറി ഇരിക്കാൻ. പിന്നെ ഞാൻ നമ്മുടെ കോരി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് ദം ചെയ്യാൻ പോവുക. അതിന് ഈ കലത്തിലാണ് കേട്ടോ വെക്കുന്നത്. അതിനകത്ത് ഞാൻ കുറച്ച് നെയ്യ് തൂത്തിട്ട് ഓരോ ലെയറായിട്ട് റൈസും പിന്നെ നമ്മുടെ ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും ഒക്കെ ഇങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് കൊടുക്കണം. ഇട്ടിട്ട് കൊടുത്ത് നമ്മൾ ഇതിനകത്ത് മറ്റേ വേറെ സാധനമൊക്കെ ചേർക്കുന്നവരുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ നമ്മുടെ പൈനാപ്പിളും മറ്റേ ക്യാപ്സിക്കവും ഒക്കെ ചേർക്കും. പക്ഷെ ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് മല്ലിയിലയൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ അതിനകത്തൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത് അതിന് പകരം കുറച്ച് പൈനാപ്പിൾ എസൻസ് ആണേ. അതൊരു ശകലം ഞാൻ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മളങ്ങനെ അടച്ച് വെച്ച് ദം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മാവൊക്കെ ഒട്ടിച്ചൊക്കെ വെക്കും. പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമില്ല ചെയ്തത്, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതേ ഉള്ളൂ. അങ്ങനെ റൈസൊക്കെ കോരി ഞങ്ങൾ കഴിക്കാനായിട്ട് മാറ്റി വെക്കുവാണ്. അതെല്ലാം ഒരു പാത്രത്തിലേക്ക് പകർത്തി
ചിക്കൻ കറിയും ദേ നമ്മുടെ നല്ല സൂപ്പറായിട്ട് തയ്യാറായിട്ടിരിപ്പുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം എടുക്കാൻ. ആ ഗ്രേവി എല്ലാം ഒന്ന് നന്നായിട്ടൊന്നും കൂടെ ഇളക്കി, കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് അതും നമുക്ക് കുറച്ച് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ റൈസും റെഡിയായി, ചിക്കനും റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്കിതിന് വേണ്ട സാലഡാണ്. അതിന് ഞാൻ 2 സബോളയും 1 തക്കാളിക്കയും 3 പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് തൈര് ഒഴിച്ചാണ് സാലഡ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആസ്വദിച്ച് ഞങ്ങൾ കഴിക്കട്ടെ. പിന്നെ പപ്പടവും കാച്ചി അതിനെ അച്ചാർ ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ബിരിയാണി കഥ ഇവിടെ തീരുവാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.